അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, തഹജ്ജുദ് നിസ്കരിക്കാൻ ആരും ഉണർത്താതെ തന്നെ പാതിരാത്രി എഴുന്നേൽക്കാനുള്ള മനോഹരമായ 5 മാർഗങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. തഹജ്ജുദിന് എഴുന്നേൽക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റുന്നില്ല എന്ന് പറയുന്നവരാണ് ഭൂരിഭാഗം ആളുകളും. ഇതൊരു വലിയ പോരാട്ടമാണ്. സ്വന്തം ശരീരത്തോടും നഫ്സിനോടും ഉറക്കത്തോടുമുള്ള പോരാട്ടം. ഈ പോരാട്ടത്തിൽ ജയിക്കാൻ സഹായിക്കുന്ന 5 പ്രായോഗിക വഴികളാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ഒന്നാമത്തെ കാര്യം, നേരത്തെ ഉറങ്ങുക എന്നതാണ്. ഇതാണ് ഏറ്റവും പ്രധാനം. രാത്രി 12 മണി വരെ മൊബൈലിൽ നോക്കിയിരുന്നിട്ട് 3 മണിക്ക് എഴുന്നേൽക്കണമെന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കില്ല. മുത്തുനബി ഇശാ നിസ്കാരത്തിന് ശേഷം വെറുതെ സംസാരിക്കുന്നത് പോലും ഇഷ്ടപ്പെട്ടിരുന്നില്ല. നേരത്തെ കിടന്നാൽ നേരത്തെ എഴുന്നേൽക്കാൻ ശരീരം പാകപ്പെടും. രണ്ടാമത്തെ കാര്യം, ഉച്ച ഉറക്കം അഥവാ ഖൈലൂല. മുത്തുനബിയുടെ ഒരു സുന്നത്താണ് ഉച്ചക്ക് കുറച്ച് സമയം ഉറങ്ങുക എന്നത്. ഇത് രാത്രി എഴുന്നേൽക്കാൻ സഹായിക്കുമെന്ന് ഹദീസുകളിൽ കാണാം. പകൽ മുഴുവനും ജോലി ചെയ്യുന്നവർക്ക് ആ ചെറിയ മയക്കം വലിയ ഉന്മേഷം നൽകും. മൂന്നാമത്തെ കാര്യം, അമിത ഭക്ഷണം ഒഴിവാക്കുക എന്നതാണ്. രാത്രി വയറു നിറയെ ബിരിയാണിയും മന്തിയും കഴിച്ച് തൊണ്ട വരെ നിറച്ചു കിടന്നാൽ എഴുന്നേൽക്കാൻ കഴിയില്ല. അമിത ഭക്ഷണം ഉറക്കത്തെ വർദ്ധിപ്പിക്കും, ആലസ്യമുണ്ടാക്കും. ലഘുവായ ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക. നാലാമത്തെ കാര്യം, ഉറച്ച തീരുമാനം അഥവാ നിയ്യത്താണ്. കിടക്കുമ്പോൾ എഴുന്നേൽക്കാൻ പറ്റിയാൽ എഴുന്നേൽക്കാം എന്ന് വിചാരിക്കരുത്. അല്ലാഹുവേ, എനിക്ക് നിന്നെ കാണണം, നിന്നോട് സംസാരിക്കണം, നീ എന്നെ വിളിച്ചുണർത്തേണമേ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്ത് കിടക്കുക. അല്ലാഹു സത്യമാണ്. നിങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ചാൽ അലാറം അടിക്കുന്നതിന് മുൻപ് തന്നെ അവൻ നിങ്ങളെ വിളിച്ചുണർത്തും. അഞ്ചാമത്തെ കാര്യം, പാപങ്ങൾ ഉപേക്ഷിക്കുക എന്നതാണ്. ഇതാണ് ഏറ്റവും വലിയ തടസ്സം. ഒരിക്കൽ ഒരാൾ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇമാം, എനിക്ക് തഹജ്ജുദിന് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല, എനിക്ക് വല്ലാത്ത വിഷമമുണ്ട്. ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു അയാളോട് പറഞ്ഞു, പാപങ്ങൾ നിന്നെ ചങ്ങലയിട്ട് ബന്ധിച്ചിരിക്കുന്നു. പകൽ നാം ചെയ്യുന്ന തെറ്റുകൾ, കള്ളം പറയുക, അന്യരെ നോക്കുക, പരദൂഷണം പറയുക, ഇതൊക്കെ നമ്മുടെ ആത്മാവിനെ ഇരുട്ടിലാക്കും. ആ ഇരുട്ട് കാരണം രാത്രിയിലെ വെളിച്ചത്തിലേക്ക് നമുക്ക് വരാൻ കഴിയില്ല. സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ചെയ്ത ഒരു പാപം കാരണം എനിക്ക് 5 മാസം തഹജ്ജുദ് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് പകൽ സമയം സൂക്ഷിക്കുക, തൗബ ചെയ്ത് കിടക്കുക. ഈ 5 കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തിക്കഴിഞ്ഞാൽ എല്ലാ ദിവസവും കൃത്യമായി തഹജ്ജുദിന് എഴുന്നേൽക്കാൻ നമുക്ക് കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ദിവസവും തഹജ്ജുദ് നിർവഹിക്കുന്ന ആളുകളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.